ബിഗ് ബോസ് താരമായ രേണു സുധി വീണ്ടും എനിക്ക് തോന്നുന്നു ആഴ്ചയ്ക്ക് ഓരോ വിവാദങ്ങൾ അവരുടെ പേരിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവർ പുതിയ ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ മുടി മുറിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും നാൾ രേണു സുധി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പ്രൊഫൈൽ പിക്ചർ കൊല്ലം സുധി ആയിരുന്നു. അത് മാറ്റി സ്വന്തം ഫോട്ടോ ഇട്ടു എന്നുള്ളതാണ് ഇപ്പോൾ രേണു സുധിക്കെതിരെ എല്ലാവരും പറയുന്ന വലിയ പ്രശ്നം. അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു, ഭർത്താവിന്റെ ഫോട്ടോ ഇട്ടിരുന്ന ആ പ്രൊഫൈലിൽ സ്വന്തം ഫോട്ടോ ഇട്ടതിനാണ് രേണു സുധി ഇപ്പോൾ വീണ്ടും പഴിചാരലുകൾ കേൾക്കുന്നത്. ഇതൊക്കെ അനിവാര്യമാണോ? ഒരു സമയത്ത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, രേണു സുധി ചേട്ടന്റെ പേര് പറഞ്ഞിട്ട് പ്രൊമോഷനിൽ അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്നു, സഹതാപം പറ്റുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഇപ്പൊ അവര് ചെയ്യുന്നത് വെച്ചാൽ സുധി ചേട്ടൻ ഒരു പേര് പറയുന്നില്ല, അവരവരുടേതായിട്ടുള്ള ലോകത്ത് അഭിനയിക്കുന്നു, അവരുടേതായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നു, പരിപാടികൾ ചെയ്യുന്നു, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ സുധി ചേട്ടന്റെ പേര് പറയാത്തതാണ് പ്രശ്നം. ഒരു സമയത്ത് ഇവര് പറയുന്നതായിരുന്നു പ്രശ്നം, ഇപ്പൊ പറയാത്തതാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു, സുധി ചേട്ടൻ മരിച്ച വർഷം മറന്നു പോകുന്നു എന്നുള്ള, അല്ലെങ്കിൽ വർഷം ഓർമ്മയില്ല എന്ന് പറയുന്നു. അപ്പൊ രേണു സുധി പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടങ്ങളെ പറ്റി ഓർക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്ന രീതിയിൽ. അതിനു മുൻപ് നമ്മൾ കണ്ടത്, രേണു സുധി ഈ സുധി ചേട്ടൻ മരിച്ചിട്ട് ഒരു വർഷം ആവുന്ന ഒരു സമയത്ത് അതിനെപ്പറ്റി സംസാരിച്ച സമയത്താണ്, ദേ ഇത്ര സന്തോഷത്തോടെ ഭർത്താവിന്റെ മരണത്തെ പറ്റി സംസാരിക്കുന്ന ഭാര്യ. അവർ സംസാരിച്ചപ്പോൾ കുഴപ്പം, അവർ സംസാരിക്കാതിരുന്നപ്പോൾ കുഴപ്പം. അവര് രേണു സുധി എന്ന് പറയുന്ന സുധി ചേട്ടന്റെ ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ്സ് കേട്ടൊരു കാര്യമാണ്, സുധി ചേട്ടന്റെ പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ സുധി ചേട്ടന്റെ സുധി ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം എന്നുള്ള രീതിയിൽ പരിഹാസ വാക്കുകളും കുത്തുവാക്കുകളും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അവരുടെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ ഇട്ടപ്പോൾ സുധി ചേട്ടനെ മറന്നിരിക്കുന്നു രേണു സുധി. അതിന്റെ സ്റ്റോറിയാണ് ഇപ്പൊ നിലവിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. രേണു സുധി എന്ന പേര് അവർക്ക് മാറ്റാൻ താല്പര്യമില്ല എന്ന് ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോ രേണു സുധിയോട് ഇനിയും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അവിടെ അടുത്ത പ്രശ്നം തുടങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് അവര് ലീഗലി മാരീഡ് അല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു. മറ്റൊരു വിവാദം എന്ന് പറയുന്നത്, ലക്ഷ്മി നക്ഷത്ര എന്ന ആങ്കർ ഉണ്ടല്ലോ, പുള്ളിക്കാരി ഒരു കൊല്ലം സുധിയുടെ പെർഫ്യൂം ദുബായിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുകൊടുത്തിരുന്നു. അത് കുറെ നാളുകൾക്ക് ശേഷം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറയാണ്, അത് തീരെ ഒന്നുമില്ല, അതങ്ങനെ അടിക്കാൻ കൊള്ളാവുന്നതല്ല, അത് അടിക്കുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഓടും എന്നൊരു ഡയലോഗാണ് പറയുന്നത്. അതിനുശേഷം അവർ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരികയാണ്. ഒരു വ്യക്തി ഉപയോഗിച്ചിരുന്ന സാധനത്തിന്റെ മണമല്ല, അദ്ദേഹത്തിന്റെ മണമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ പറഞ്ഞ രേണു സുധി എന്ത് പറഞ്ഞാലും അത് പ്രശ്നമാക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? രേണു സുധി വിവാഹം കഴിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ. ഇപ്പൊ സമൂഹത്തിൽ ഒരു വിധവയായതുകൊണ്ട് വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരു കൂട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വീണ്ടും റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷൻ, ഒരു കപ്പിളിൽ ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ആ പുരുഷനെ വീണ്ടും വിവാഹം കഴിപ്പിക്കാൻ സമൂഹത്തിന് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അയാൾക്കൊരു കൂട്ട് വേണമല്ലോ, കൂട്ടില്ലാതെ എങ്ങനെയാ? പക്ഷെ സ്ത്രീകൾക്ക് കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കണം, അതും ഭർത്താവിന്റെ പേരിൽ കരഞ്ഞു തന്നെ ജീവിക്കണം. സന്തോഷിക്കുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ട്, കാണുന്നവർക്ക് ഒരു സന്തോഷമില്ലായ്മ. ചേട്ടനെ മറന്നുപോയി എന്നാണ് പ്രധാന ഒരു വിഷയമായിട്ട് മുന്നിൽ വെക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു പാട്രിയാർക്കിയുടെ ഒരു രീതി തന്നെയാണിത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ ഇത്ര വർഷത്തോളം ഇങ്ങനെ ആയിരിക്കണം. രേണു സുധി അങ്ങ് വിട്ടു നോക്കും. അല്ലാതെ തന്നെ നമ്മുടെ പരിസരത്തുള്ള മറ്റാൾക്കാരെ സംബന്ധിച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ അവരുടെ വീട്ടിൽ അവരുടെ ഭർത്താവ് മരിച്ചുപോയി, അതിനുശേഷം ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഫാമിലി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ അടുത്ത അയൽപക്കവുമായി ബന്ധപ്പെട്ട് ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പട്ടുസാരി ഉടുത്താൽ പ്രശ്നമാകും. തുടങ്ങും ഒരു പ്രശ്നം. അവള് പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂ വെച്ച് പോകുന്നു, ഇവളുടെ ഭർത്താവല്ലേ മരിച്ചു പോയത്. ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല, ഒരു ലിപ്സ്റ്റിക് ഇടാൻ പറ്റില്ല, എന്തെങ്കിലും ഓർണമെന്റ്സ് ഇടാൻ കഴിയില്ല, പുതിയതായി എന്തെങ്കിലും വാങ്ങിയാൽ പോലും പ്രശ്നമാകും. പക്ഷെ ഒരു സമൂഹത്തിൽ ഈ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് ഇവരൊക്കെ തന്നെ പറയും. ഇവർക്ക് പ്രധാനമായി മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ. നമ്മുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, പാർട്ട്ണറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റുമോ ഈ ആൾക്കാരൊക്കെ ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ജീവിക്കും എന്നുള്ളത്? ഇതിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു മൊമെന്റിൽ എല്ലാവരും നമ്മളിൽ നിന്ന് മാറി അല്ലെങ്കിൽ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും.
ശ്രീ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായി പോയി, അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, തന്റെ സഹോദരൻ മരിച്ചു, ആ ഒരു ഒറ്റയ്ക്കായി പോയി എന്ന് പറഞ്ഞാൽ തൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ തൻ്റെ ആ ഒരു ശൈശവ കാലഘട്ടം മുതൽ തന്നോടൊപ്പം നിന്ന അല്ലെങ്കിൽ തൻ്റെ മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു ഇറ പോയി, തൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം പോയി ഇന്ന് വിചാരിച്ച ശ്രീ മോഹൻലാലിനെ ജീവിക്കാതിരിക്കാൻ പറ്റും. അദ്ദേഹവും കേട്ടിട്ടുണ്ടായിരുന്നു അമ്മ മരിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ശ്രീനിവാസന്റെ പരിപാടിക്ക് വന്ന സമയത്ത് ഇവർ കരഞ്ഞില്ല, അല്ലെങ്കിൽ അവർ കരഞ്ഞു, ഇവിടെ മറ്റവർ കരഞ്ഞില്ല. ഇതൊരു കണ്ടീഷനിങ് ആണ്. നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ആ ഒരു കണ്ടീഷനിങ് അനുസരിച്ച് പൊട്ടിക്കരഞ്ഞ് ജീവിക്കണം, അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തോടെ ജീവിക്കണം, അല്ലെങ്കിൽ അതാണ് ആ കണ്ടീഷൻ. ഒരു സമൂഹം ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെക്കുകയാണ്. ഭർത്താവ് മരിച്ചാൽ കരയണം, അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ബോഡി എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു 3 പെൺമക്കളുള്ള ഒരു അമ്മ മരിച്ചു. അപ്പോൾ അടുത്ത ദിവസം തൊട്ടടുത്തുള്ള ഒരു ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പറയുക, ആ ബോഡി അങ്ങോട്ട് എടുത്തപ്പോഴെങ്കിലും ആ പിള്ളേരൊന്ന് പൊട്ടിക്കരഞ്ഞില്ലല്ലോ എന്ന്. കരയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, കരയാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല കാര്യങ്ങൾ ഹീലാകുന്നത്. ചിലർക്ക് ഈ പറഞ്ഞതുപോലെ രേണുസുതി ചെയ്യുന്ന പോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. ഒരുപാട് കാലം ഒരാളുടെ വിയോഗത്തിൽ വിഷമിച്ചിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, പേഴ്സണലി യോജിപ്പില്ല. അത് എല്ലാ കാലത്തും മൂവ് ഓൺ ചെയ്യുക തന്നെ ചെയ്യണം. അത് മരണം മാത്രമല്ല, ഒരു ബ്രേക്കപ്പ് ആണെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയണം. പോയ കാര്യങ്ങളിൽ ഹാങ് ഓൺ ചെയ്ത് നിൽക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എങ്ങനെയാണോ സന്തോഷം കണ്ടെത്താൻ കഴിയുക, എങ്ങനെയാണോ മൂവ് ഓൺ ചെയ്യാൻ പറ്റുക, ആ രീതിയിലെല്ലാം പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കാതെ അവരവരുടെ രീതിയിൽ എല്ലാവരും അവരവരുടെ രീതിയിൽ വെന്റ് ഔട്ട് ചെയ്ത് ഹീൽ ചെയ്ത് പോട്ടെ എന്ന് വിചാരിക്കുക, അവരുടെ സ്വാതന്ത്ര്യമാണ്. അല്ല, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അനുസരിച്ച് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ ഒന്നെങ്കിൽ കൂലിപ്പണിക്ക് പോകണം, അല്ലെങ്കിൽ രേണുസുതിക്ക് കണ്ടീഷനിങ് ചെയ്തിട്ടുള്ള രേണുസുതിക്ക് ആ സമയത്ത് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് എന്തോ ജോലിക്ക് അല്ലെങ്കിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു ഫ്ലവേഴ്സിന്റെ ഭാഗമായിട്ട്. അപ്പോൾ രേണുസുതിക്ക് അത് അറിയത്തില്ല, ആ ജോബുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അറിയത്തില്ല. അവർക്ക് താല്പര്യമുള്ളതും ചെയ്യാൻ ഇഷ്ടമുള്ളതും ഇത്തരം ആൽബങ്ങളായിരിക്കാം. അത് അവർ കാണണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ എന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അത് പോയി കാണാതിരിക്കുക. അല്ലാതെ രേണുസുതിക്ക് മറ്റ് കൂലിപ്പണി ചെയ്തിട്ട് മക്കളെ വളർത്തിക്കൂടെ ഉപദേശങ്ങളാണ് ഇവരുടെ ഓരോ ആൽബത്തിന്റെ അടിയിൽ. നിനക്ക് ഈ ജോലിക്ക് പോയി മക്കളെ വളർത്തിക്കൂടെ, നിനക്ക് മറ്റു ജോലിക്ക് പോയി വളർത്തിക്കൂടെ, ഇത് ഇങ്ങനെ പറഞ്ഞ രേണുസുതി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഓക്കെ ഞാൻ വീട്ടിലിരിക്കാം, നിങ്ങൾ എനിക്ക് പൈസ തന്നാൽ മതി. അവർ തന്നെ പറയുന്നുണ്ട്, കൊല്ലം സുതി ജീവിച്ചിരുന്ന കാലത്തും അവർക്ക് അഭിനയിക്കാൻ ഇഷ്ടമൊക്കെ ആയിരുന്നു. ഈ പെർഫോമൻസ് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുക, സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ കൊല്ലം സുതിക്കാണ് ഈ പറഞ്ഞ സിനിമയിലേക്കോ അല്ലെങ്കിൽ സീരിയൽ മേഖലയിലേക്കോ അവർ വരണം എന്ന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവർ ചുരുങ്ങിപ്പോയത്. അപ്പോൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭർത്താവില്ല എന്നൊരു സാഹചര്യത്തിൽ അവരത് ചെയ്തു തുടങ്ങി. അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറയാൻ ഒരാളില്ലാത്തൊരു സാഹചര്യത്തിൽ അത് ചെയ്തു തുടങ്ങി. അല്ല, അവർക്ക് ജീവിക്കണ്ടേ. ഈ പറയുന്ന ആൾക്കാർ കൊണ്ടുവന്ന ഒരാള് ഈ രേണുസുതി ഇതൊന്നും ചെയ്യാതെ ഇവരുടെ വീട്ടിൽ പട്ടിണി ആയിരിക്കുകയാണെങ്കിൽ ആരായിരിക്കും പോയി ചോദിക്കുന്നത്, രേണു ചേച്ചി ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ രേണുസുതിയുടെ മക്കൾക്ക് ആഹാരം ആദ്യം 2-3 ദിവസം ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ പോലും ആദ്യം കുറച്ച് നാൾ ചെയ്യും. നിനക്ക് അപ്പൊ ജോലിക്ക് പോയിക്കൂടെ, നിനക്ക് കഴിക്കും കാലിന് നല്ല ആരോഗ്യമുണ്ടല്ലോ, ജോലിക്ക് പോയിക്കൂടെ. അത് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ ജീവിതത്തിൽ എന്ത് ജോലി ചെയ്യണം, എന്ത് വസ്ത്രം ധരിക്കണം. രേണുസുതി ഷോർട്സ് ഇട്ടാൽ പ്രശ്നം, രേണുസുതിയുടെ പൊക്കിള് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം, രേണുസുതിയുടെ കാല് കണ്ടാൽ പ്രശ്നം, മുടി മുറിച്ചാൽ കളർ ചെയ്താൽ, ഇനി സ്ട്രെയിറ്റ് ചെയ്താൽ പ്രശ്നം, രേണുസുതി ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്താൽ പ്രശ്നം, ഇനി ആണുങ്ങളുടെ ഒപ്പം അഭിനയിച്ചാൽ പ്രശ്നം, അവരെവിടെങ്കിലും പോയാൽ പ്രശ്നം. ഇത്രയധികം പ്രശ്നങ്ങൾ സാധാരണ ഈ വീട്ടിലൊക്കെ നമ്മൾ ബോധിപ്പിച്ചാൽ മതി എന്നൊക്കെ കേൾക്കാം. ഇതിപ്പോ നാട്ടുകാരോട് മുഴുവൻ ബോധിപ്പിക്കും, കേരളക്കരയെ മുഴുവൻ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത രേണുസുതിക്ക് ഉണ്ടാകുന്നു. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഈ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, കൊല്ലം സുതി ഓർത്തിട്ട് അതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്ന ഈ വ്യക്തികളെല്ലാം തന്നെ കൊല്ലം സുതി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കഴിവിനെ കലയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊന്നുമല്ല. അദ്ദേഹത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നത്. അതൊരു സ്ത്രീ ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തോട് ഒരു പ്രത്യേക സ്നേഹം പലർക്കും ഉണ്ടാകാം എന്ന് പറഞ്ഞ് ഈ പറയുന്നത് പോലെ ഭാര്യ ഇങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല.